എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്നത്തെ ഹെവി ഡൗൺ ആയിരുന്നു. ഓപ്പണിംഗ് ശ്രദ്ധിച്ചാൽ അറിയാം, പ്രീവിയസ് ഡേ ലോയുടെയും S1-ൻ്റെയും താഴെയാണ് ഓപ്പണിംഗ് വരുന്നത്. അതിനുശേഷം S2 അടിച്ചതിന് ശേഷം അവിടെ കുറച്ച് നേരം സപ്പോർട്ട് എടുത്ത് പിന്നെ പ്രീവിയസ് ഡേ ലോയുടെ അടുത്ത് വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് പുതിയ ലോയിലോട്ട് പോയി. പക്ഷെങ്കിൽ നിഫ്റ്റി എൻ്റെ ഒരു കണക്കൂട്ടൽ നിഫ്റ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ച് കയറിയിട്ടേ പിന്നെ അടുത്തൊരു വീക്ക്നെസ് കാണിക്കാൻ ചാൻസ് ഉള്ളൂ. ഞാൻ നേരത്തെ തൊട്ട് പല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇട്ട് വീഡിയോക്കകത്ത് പറഞ്ഞാൽ 23,300 താഴെ ട്രേഡാൻ ചിലപ്പോൾ ആ റേഞ്ചിൽ നിന്ന് 150-200 പോയിൻറ്റ് താഴോട്ട് പോകാം. അതുപോലെ വന്നിട്ടുണ്ട്. ഇന്ന് പോയിൻ്റ് 300 എന്ന് ഏകദേശം 200 ചില പോയിൻ്റ് താഴെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്നോ ചിലപ്പോൾ നാളെ ചിലപ്പോൾ പ്രാവശ്യം ചിലപ്പോൾ 23,000 താഴെ ഒരു പ്രാവശ്യം ട്രേഡായിരിക്കാം. നാളെ ഓപ്പണിങ്ങിൽ ആ റേഞ്ച് ട്രേഡായെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു കവറിങ് ആയിരിക്കും നാളെ തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് വരുന്ന ദിവസത്തെ മാർക്കറ്റ് നോക്കാം. മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നല്ല വീക്ക്നെസ് ഉണ്ട്. പക്ഷേങ്കിൽ കണ്ടിന്യൂസ് ഒരു ഹെവി മൂവ്മെൻറ്റോട്ട് അങ്ങനെ പോകുമെന്ന് വിചാരിക്കുന്നില്ല. ഇനി കുറച്ച് കവറിങ് വന്നതിന് ശേഷമായിരിക്കും നിഫ്റ്റിയിൽ അടുത്തൊരു ഡൗൺഫോൾ വരാൻ ചാൻസ് ഉള്ളത്. എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു കവറിങ് വരുവാണെങ്കിൽ 1000 പോയിൻ്റെങ്കിലും നിഫ്റ്റി 23,000 റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറുന്നത്. 24,000 എങ്കിലും വന്നിട്ടായിരിക്കണം അടുത്തൊരു ഫോള് വരുന്നത്. എന്തായാലും മൊത്തത്തിൽ മാർക്കറ്റ് ബിയറിഷാണ്. നമ്മൾ ട്രേഡ് എടുത്താൽ പോലും നമുക്ക് വലിയ ഒരു 2-3 വർഷം, അതായത് ഒരു വർഷം മുന്നേ വരെ നമ്മൾ വെച്ചിരുന്ന പോലെ ഹെവി പ്രോഫിറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ കിട്ടുന്ന ഒരു 5-10% അല്ല, ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ കിട്ടിയാൽ പോലും നമ്മളതൊന്നും നോക്കേണ്ട. ഒരു 5-10% നമ്മൾ ബുക്ക് ചെയ്ത് മാറും ഷെയറിനകത്തുനിന്ന്. പിന്നെ ഹൈ ക്വാളിറ്റി കമ്പനീസ് SIP മോഡലിൽ ആഡ് ചെയ്ത് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് സെല്ലിങ് മാർക്കറ്റ് ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട്. അപ്പോൾ ആൾക്കാർ പാനിക്കാകും. ഈ പാനിക്കാകുന്ന സമയത്താണ് ഏറ്റവും നല്ല ചാൻസ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇതുപോലെ വലിയ ഇൻവെസ്റ്റേഴ്സ് അവർ ഇതുപോലെ മാർക്കറ്റ് കറക്ഷൻ നോക്കി ക്വാണ്ടിറ്റി ഓരോ ഷെയറിനകത്തും അവർ ആഡ് ചെയ്ത് ഇരിക്കും. അവരെടുത്ത ഉടനെ കയറണമെന്നില്ല. നമ്മളെടുത്താലും അന്നേരം തൊട്ട് കയറണമെന്നല്ല എൻ്റെ അർത്ഥം. മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ താഴെ പോകും. എന്തായാലും ഒരു ഷെയർ നമ്മളെടുത്തെങ്കിൽ ഒരു 10% അല്ലെങ്കിൽ 20%, മിനിമം 10% താഴെ പോയെങ്കിൽ മാത്രമേ നമ്മൾ ആവറേജ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഒരിക്കലും അത് ആവറേജ് ചെയ്യരുത്. ഒരു ദിവസത്തെ മൂവ്മെൻറ്റിൽ തന്നെ 10% മുകളിൽ കയറി വരാൻ ഷെയറിന് പറ്റും. അപ്പോൾ നല്ല ക്വാളിറ്റി ഷെയർസ് ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്തിടുക. ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ പോലും നമുക്ക് ചെറിയ പ്രോഫിറ്റ് 5-10% കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് മാറുക. പിന്നെ നമ്മൾ എടുത്തതിന് ശേഷം ഇറങ്ങിപ്പോയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 10% താഴെ വരുവാണെങ്കിൽ ആവറേജ് ചെയ്യും ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നല്ല വീക്ക്നെസ്സാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഈ റേഞ്ചിൽ നിന്നൊക്കെ ബൗൺസ് ആകണം. ഓവർസോൾഡ് പൊസിഷനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബാങ്ക് നിഫ്റ്റി മെറ്റൽ സെക്ടർ, അതുപോലെ PSU ബാങ്കിൻ്റെ സെക്ടറെല്ലാം ഓവർസോൾഡ് പൊസിഷനിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു കവറിങ് വന്നതിന് ശേഷം മാത്രമേ അടുത്തൊരു ഫോൾ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡേ ചാർട്ടിൽ നിഫ്റ്റിയുടെ എന്ന് പറയാൻ, ഡേ ചാർട്ടിൽ ഞാൻ വരച്ച് വെച്ചിട്ടുള്ള ആ റേഞ്ച് വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ നിന്ന്. നിഫ്റ്റി ഇതുണ്ടല്ലോ, ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും കാണുന്നുണ്ട്. ഈ ഒരു ലൈനെ അത് ടച്ച് ചെയ്ത് ഇതിനിടയിൽ നിന്ന് ഇത് ബൗൺസ് ആവണം. ഈ സാധനം ഒന്നുകിൽ ഈ ഒരു റേഞ്ച് ഇവിടുന്ന് തന്നെ ബൗൺസ് ആവണതല്ല, ഈ റേഞ്ചിൽ എവിടുന്നെങ്കിലും നല്ലൊരു ബൗൺസ് കിട്ടി. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഈ റേഞ്ച്, ഈ ഒരു ലൈൻ, അതായത് 24,000-24,200 തിരിച്ച് കയറി വരണം മാർക്കറ്റ്. അതിന് ശേഷമേ അടുത്തൊരു ഫോൾ വരാൻ ചാൻസ് ഉള്ളൂ. നോക്കാം, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും കണ്ടില്ലേ, ബാങ്ക് നിഫ്റ്റി വരച്ചേക്കുന്ന ഈ ഒരു സപ്പോർട്ടും ബ്രേക്കായി ഇതിനുള്ളിൽ കിട്ടിയ നല്ല ചാൻസാണ്. പക്ഷേ എനിക്ക് ഇതിനുള്ളിൽ വരുമെന്ന് തോന്നുന്നില്ല. അതിന് മുന്നേ ചിലപ്പം മുകളിലോട്ട് കയറാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു ലെവല് അതൊന്ന് വരച്ചിട്ടേക്കാൻ നോക്കട്ടെ.
ഈ ഒരു ലെവലിന് താഴെയാണ്. ഈ ഒരു ലെവലിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഹെവി ബൗൺസ് ആയിരിക്കും പെട്ടെന്ന് വരുന്നത്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ മാർക്കറ്റ് നോക്കാം. എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ഒരു 48,000 ഈ റേഞ്ചിൽ നിന്നൊക്കെ 48,000 ഇവിടുന്ന് 200-300 പോയിന്റ് താഴോട്ട് വന്നാലും തിരിച്ച് കയറി വരാൻ ചാൻസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി. അതുപോലെ നിഫ്റ്റിയും ഈ ഇപ്പോഴത്തെ റേഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 100-150 പോയിന്റ് താഴെന്നോ നല്ലൊരു കവറിങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡിങ് ഷോർട്ട് സെല്ലൊക്കെ ചെയ്യുന്നവർ ചെയ്യാൻ. പിന്നെ ഹെവി മൂവ്മെൻറ്റ് തലേദിവസം നടത്തിയ ഷെയർ ആണെങ്കിൽ നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ ഇന്നലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണ് ഇത്ര. ഈ ഷെയറുകളൊന്നും നമുക്ക് ചാൻസ് തന്നില്ല. നമ്മുടേതായിട്ടുള്ള രീതിയിൽ ട്രേഡിങ്ങിന് ചാൻസ് ഒരു ഷെയർ മാത്രം തന്നു. പക്ഷേങ്കിൽ അത് തിരിച്ച് കയറുകയും 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ മുകളിലും താഴോട്ട് നിന്നുകൊണ്ട് നമുക്കതിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ തിരിച്ച് ആ ഷെയർ കയറുന്നുണ്ടായിരുന്നു. ഇത്രയും ഇതായ മാർക്കറ്റിൽ പോലും. ഇവിടെ നോക്കിയാൽ ഞാൻ കാണിക്കാം. ഇവിടുന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ ഓപ്പണായി നേരെ കയറി R1 മുകളിൽ പോയി ഇവിടെ ഒരു സെല്ലിങ് വരുന്നുണ്ട്. നമ്മൾ ഈ ലെവലിൽ എൻട്രി എടുത്താൽ നമുക്ക് 4 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വീണ്ടും വന്ന് അടുത്ത ലെവലിൽ ടച്ച് ചെയ്തിട്ട് 110 എന്നത് 103 അടുത്ത് വരുന്നുണ്ട്. ഒരു 6 രൂപയ്ക്കടുത്ത് ഇവിടെ 2 ചാൻസ് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അത് ഹൈയിൽ തന്നെയാണ് ക്ലോസിങ് വരുന്നത്. പക്ഷെങ്കിൽ നാളത്തേനും ഈ ഷെയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്തിലെ മൂവ്മെൻറ്റ് ഒരു ഹെവി മൂവ്മെൻ്റാണ്. ഇത്രയും ചെറിയ ഷെയർ പോലും 1 രൂപ ഗ്യാപ്പിലൊക്കെയാണ് പെട്ടെന്ന് ട്രേഡായി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷെയറിനകത്ത് ട്രേഡാകുന്നുണ്ട്. നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. എന്നാലും നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അതുപോലെ യൂണോമിൻ്റ് എന്ന് പറയുന്ന ഷെയർ ഏകദേശം നമുക്ക് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വരെ വന്നായിരുന്നു. ഇവിടെ CPR IDM കാണുന്നുണ്ട്. ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ്. അതിന് ഏകദേശം അടുത്ത് വരെ വന്നു. ഒരു 10 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ അവിടെ വന്നിട്ടത് തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. ഹെവി ആയിട്ട് ഇറങ്ങിപ്പോയി. ഓറിയൻടെക്കിനകത്ത് ഓപ്പണിങ്ങിൽ ഡൗൺ ഓപ്പണിങ് വന്നു. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇതിനകത്ത് നല്ല സൂപ്പർ ചാൻസ് ആണ്. പക്ഷേ ഞാനിത് കണ്ടില്ല. ഈ ഒരു ഷെയറിനകത്ത് എൻട്രി എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. ഇത് കണ്ടില്ല. പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. R1 പോയില്ല. R1 അവിടെ നിന്ന് നല്ല രീതിയിൽ ഇവിടെ എൻട്രി എടുത്തവർക്ക് നോക്കി 609 എന്നത് 539 വരെ ഏകദേശം 60-70 രൂപ പോയിൻ്റ് നല്ല ഇത് കൊടുത്തു. RK ഫോർജും ഹൈയും പ്രീവിയസ് ഡേ ഹൈയും R1 ഒന്നും വരാതെ തന്നെ ഇറങ്ങിപ്പോയായിരുന്നു. മസ്ദായും അതുപോലെ തന്നെ നുറേസ എന്ന് പറയുന്ന ഷെയറും വന്നില്ല. ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ നമുക്ക് ചാൻസ് തന്നിരുന്ന ഷെയർ ക്യൂബെക്സ് ട്യൂബ്, യൂണോമിൻ്റെ ഏകദേശം അടുത്തൊന്നും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. ഓറിയൻടെക്കിനകത്തൊന്നും നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഷെയറിനകത്ത് നമുക്ക് ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രേഡ് ഷോർട്ട്സിൽ ചെയ്യാൻ എടുക്കുമ്പോൾ തലേ ദിവസം നല്ല മൂവ്മെൻറ്റ് വന്ന ഷെയർ ആയിരിക്കണം. നല്ല മൂവ്മെൻറ്റിൽ ഏറ്റവും ടോപ്പ് വോളിയത്തിൽ ഹൈയിൽ പോയ ഷെയർസിനെ നമ്മൾ കൂടുതൽ ഷോർട്ട്സിലും ചാൻസ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയെ പറ്റിയുള്ള വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനുണ്ട്. എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ അതുണ്ട്. അത് നോക്കി പുതിയതായിട്ട് വരുന്നവർ അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ മാർക്കറ്റ് ഹെവി ഡൗൺ ആയിട്ട് നമുക്ക് അധികം ഷെയറുകൾ കിട്ടുന്നില്ല. ഇന്നും കിട്ടിയിട്ടില്ല. അധികം ഷെയറുകളൊന്നുമില്ല. 8-9 ഷെയറുണ്ട്. പക്ഷേ അതിനകത്ത് പോലും വേറെ ഷെയറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂവ്മെൻ്റ് ഇല്ലാത്ത കുറച്ച് ഷെയർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നാളത്തേനുള്ള ഷെയർ നമ്മൾ എടുത്ത് വെച്ചേക്ക് നോക്കാം. ഇത്രയും 8 ഷെയർ എടുത്തിട്ടുണ്ട്. ഇന്ന് ക്യൂബെക്സ് ട്യൂബ് എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് നമുക്ക് R1 റേഞ്ചിൽ നിന്നോ R2 റേഞ്ച് ഇതിൻ്റെ ഓൾ ടൈം ഹൈ 130 കണ്ടു. അപ്പോൾ ഹെവി മൂവ്മെൻറ്റ് കണ്ടാൽ ചിലപ്പോൾ ആ റേഞ്ചിലോട്ട് വന്നിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഷെയർ ഇറങ്ങുന്നത്. എന്തായാലും നമുക്ക് ലെവല് അതായത് R1 പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് ചാൻസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. GR മൂവേഴ്സ് എന്ന് പറയുന്ന ഈ ഷെയർ ഇതും ഈ 2 ഷെയർ ഉണ്ടല്ലോ ഇതിനകത്ത് മൂവ്മെൻ്റ് അധികം ഇല്ല. പക്ഷേ വേറെ ഷെയറുകൾ ഇല്ലാത്തതുകൊണ്ടങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ബയോകോൺ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ലെവല് ഈ ഇന്നത്തെ ആവറേജ് ഇത് ചിലപ്പോൾ നാളെ ഓപ്പണിങ്ങിൽ ഇതിന് മുകളിൽ പോയിട്ട് ഇതിന് താഴെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ഹെവി പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. 2, 3 അല്ലെങ്കിൽ 4 രൂപയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രോഫിറ്റ് വരുന്നത്. അങ്ങനെ അത് ബുക്ക് ചെയ്ത് മാറും. റെഡിങ്ടണും വോളിയം പ്ലസ് നിൽക്കുമായിരുന്നു ഷെയർ. നമുക്ക് നോക്കേണ്ടത് ഇത് കണ്ടില്ലേ, ഹൈയും R1 അടുത്തടുത്താണ്. ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയിട്ട് ഈ 2 ലെവലിൻ്റെ താഴോട്ട് വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹൈയുടെ മുകളിൽ ഇട്ടിട്ട് നമുക്ക് ചാൻസ് എടുക്കാം. ഇതിനകത്ത് സുവൻ ഫാർമ ഇവിടെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ആവറേജിൻ്റെ
139, അതായത് 140 മുകളിലൊക്കെ ഓപ്പണിങ്ങിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റിൽ ഈ ഹൈ റേഞ്ചിലോട്ട് പോകുന്നുണ്ട്. സുവൻ്റെ 52 ഹൈ 169, 169. ഓക്കെ, നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല, 140 റേഞ്ചിലൊക്കെ എടുക്കാം. പക്ഷേങ്കിൽ അതിന് മുകളിൽ കണ്ടിന്യൂസ് ഒരു 1 hour നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയറി പോകാനും ചാൻസ് കൂടുതലാണ്. PPL ഫാർമ 242, ഇപ്പോൾ R1 റേഞ്ച് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം, നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. CLHK 111, ഈ R1 R2 റേഞ്ച് ഏത് റേഞ്ചാണോ ഫസ്റ്റ് വന്ന് റിവേഴ്സ് ആവുന്നത് അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. പ്രിസം ജോൺസണും നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന്. R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ്. നല്ല ചാൻസ് എന്ന് പറഞ്ഞാൽ 4-5 രൂപ ചെറിയ ഷെയറിലാണ്. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ളൂ. അപ്പോൾ ട്രെയിൻ കിട്ടിയാൽ നമ്മൾ ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയറുകൾ. പ്രത്യേകിച്ച് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഷെയറുകളൊക്കെ മൂവ്മെൻറ്റ് കുറവാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ എൻട്രി എടുത്താൽ പോലും നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യാതെ നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും ബുക്ക് ചെയ്ത് മാറുക. ബാക്കിയുള്ള ഷെയർസിനകത്തൊക്കെ ഇപ്പോൾ ക്യൂബെക്സ്, ട്യൂബ്, GR മൂറ് ഇതിനകത്തൊന്നും കുഴപ്പമില്ല. ചാൻസ് കിട്ടിയാൽ നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടാം. ഓക്കെ, അപ്പോൾ നാളെ ഇത്രയും ഷെയറുകളേ ഉള്ളൂ. ഇത് നോക്കുക. വേറെ ഷെയറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റോടെ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.